അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇബ്രാഹിം ഇബ്നു നബി എന്നുള്ള പാഠം തുടങ്ങി വെച്ചു. ഒരു 2 സെൻറ്റൻസ് പറഞ്ഞു. ഇനി നമുക്ക് മറ്റു 2 സെൻറ്റൻസ് കൂടെ പറയാനുള്ളത്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വർക്കിലേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് പാഠം നമുക്ക് തീർക്കാം. അർളഅഹു അവ്വലൻ ഉമ്മു ബുർദത ബിൻതിൽ മുൻദിർ ബിൻ സയ്യിദിനിൽ അൻസാരി സൗജത്തുൽ ബർറാ ബിൻ ഔസിൻ ثم أعطاه إلى أم سيف امرأة حداد في المدينة. يقول أنس بن مالك رضي الله عنه في حديث رواه ابن حبان: ما رأيت أحدا أرحم بالعيال من رسول الله. كان إبراهيم مسترضئا في عوالي المدينة فكان ينطلق ونحن معه فيدخل البيت وكان لئره قينا فيأخذ الصبي ويقبله ثم يرجع. توفي إبراهيم وهو ابن 18 شهرا ودفن في البقيع എന്നൊക്കെയാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അർളഅഹു അവ്വലൻ, നമ്മുടെ ഇബ്രാഹിം എന്ന നബിയുടെ കുട്ടിക്ക് മുല കൊടുത്തു. അർള എന്ന് പറഞ്ഞാൽ മുല കൊടുക്കുക എന്നർത്ഥം. അവ്വലൻ, ആദ്യമായിട്ട്. ഉമ്മു ബുർദത ബിൻതിൽ മുൻദിർ, ഉമ്മു ബുർദ എന്നൊരു മഹദിയാണ് ആർക്ക്? ഇബ്രാഹിം എന്ന കുട്ടിക്ക് മുല കൊടുത്തത്. ആ ഉമ്മു ബുർദ ആരാണ്? ബിൻതിൽ മുൻദിർ, മുൻദിറിൻ്റെ മകനായ, ആരുടെ മകൻ? മുൻദിർ ബിൻ സയ്യിദിനിൽ അൻസാരി, അൻസാരിയായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, മുൻദിറിൻ്റെ മകൾ ഉമ്മു ബുർദയാണ് ഈ ഇബ്രാഹിം എന്ന കുട്ടിക്ക് ആദ്യമായി മുല കൊടുത്തത്. ഈ ഉമ്മു ബുർദ ആരാണ്? സൗജത്തുൽ ബർറാ, ബർറാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. ബിൻ ഔസിൻ, ഔസിൻ്റെ മകൻ ബർറായിൻ്റെ ഭാര്യയായ ഉമ്മു ബുർദ എന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ മുൻദിറിൻ്റെ മകളായ ഉമ്മു ബുർദ റളിയല്ലാഹു അൻഹയാണ് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന കുട്ടിക്ക് മുല കൊടുത്തത്. സുമ്മ അഅതാഹു, പിന്നെ നൽകി. ആരെ? ഇബ്രാഹിം എന്ന കുട്ടിയെ നൽകി. ഇല ഉമ്മി സൈഫിൻ, ഉമ്മി സൈഫ് എന്ന ഒരു മഹദിയിലേക്ക് നൽകി. ഇംറഅത ഹദ്ദാദിൻ ഫിൽ മദീന, മദീനയിലെ ഒരു കൊല്ലപ്പണിക്കാരൻ. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഖൈൻ എന്നൊക്കെ പറയും, കൊല്ലപ്പണിക്കാരൻ എന്നൊക്കെയാണ്. അപ്പോൾ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ഭാര്യയായ ഉമ്മു സൈഫ് റളിയല്ലാഹു അൻഹയാണ് പിന്നീട് ഇബ്രാഹിം എന്ന കുട്ടിക്ക് മുല കൊടുത്തത്. സുമ്മ, പിന്നെ അഅതാഹു, അതിനെ നൽകി. ഇല ഉമ്മി സൈഫ്, ഉമ്മി സൈഫിലേക്ക് നൽകി. ഇംറഅത്തി ഹദ്ദാദിൻ, ഹദ്ദാദ് എന്ന ഒരു, ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലപ്പണിക്കാരൻ, ആ കൊല്ലപ്പണിക്കാരൻ്റെ ഭാര്യയായ എന്നർത്ഥം. ഫിൽ മദീന, മദീനയിലുള്ള. യഖൂലു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഫി ഹദീസിൻ റവാഹു ഇബ്നു ഹിബ്ബാൻ. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. യഖൂലു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫി ഹദീസിൻ, ഒരു ഹദീസിൽ, റവാഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ എന്താണ് പറയുന്നത്? മാ റഅയ്തു അഹദൻ അർഹമ ബിൽ അയാലി മിൻ റസൂലില്ലാഹ്. മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എന്നർത്ഥം. അർഹമ ബിൽ അയാലി മിൻ റസൂലില്ലാ, അർഹമ ബിൽ അയാൽ, തൻ്റെ കുടുംബത്തോട് ഏറ്റവും കാരുണ്യമായി പെരുമാറുന്ന, മിൻ റസൂലില്ലാ, നബിയെക്കാളും, അപ്പോൾ നബിയെക്കാളും നല്ല സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടേ ഇല്ല. മാ റഅയ്തു അഹദൻ, ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. അർഹമ ബിൽ അയാലി, തൻ്റെ കുടുംബങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നതായിട്ട്, ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായിട്ട് ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല. മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേക്കാൾ. അപ്പോൾ നബിയേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹം കുടുംബത്തോട് കാണിക്കുന്ന ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി പറയാണ്, കാന ഇബ്രാഹിം മുസ്തർലിയൻ, ഈ ഇബ്രാഹിം എന്ന കുട്ടി മുല കുടിക്കുന്ന കുട്ടിയായിരുന്നു. മുസ്തർലിയൻ, മുല കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫി അവാലിൽ മദീന, മദീനയിലെ ആ ഉയർന്ന പ്രദേശത്ത് വെച്ച് ഇബ്രാഹിം എന്ന കുട്ടി പാൽ കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫകാന യന്തലിഖു, കൊണ്ടിരിക്കുമ്പോൾ എന്നർത്ഥം, കൊണ്ടിരിക്കുന്നു. ഫകാന യന്തലിഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമായിരുന്നു. വനഹ്നു മാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, നഹ്നു, ഞങ്ങളും മാഹു, ആ നബിയോടൊപ്പം പോകും. ഫയദ്ഖുലുൽ ബൈത, എന്നിട്ട് മുല കൊടുക്കുന്ന ആ സ്ത്രീയുടെ വീട്ടിൽ പ്രവേശിക്കും. വകാന ലിറുഹു, ലിറ് പറഞ്ഞാൽ വളർത്തമ്മ എന്നൊക്കെ അർത്ഥം. വളർത്തമ്മ, വളർത്തച്ഛൻ, പേറ്റമ്മ, പേറ്റച്ചി എന്നൊക്കെ പറയില്ല, അതാണ് എന്ത്? പേറ്റമ്മ, അതുപോലെ തന്നെ പേറ്റച്ഛൻ എന്നൊക്കെ പറയല്ലേ, പോറ്റമ്മ എന്നൊക്കെ അറിയില്ല, അതന്നെ.
ലിർ എന്ന് പറഞ്ഞാൽ വളർത്തിയത്, പോറ്റിയത് എന്നൊക്കെ അർത്ഥമാണ്. പോറ്റിയ ആൾ എന്നർത്ഥം, വളർത്തി വലുതാക്കിയത്, വളർത്തമ്മ എന്നൊക്കെ പറയും. അതന്നെ. അപ്പോൾ വക്കാന ലിറുഹു, വക്കാന ആയിരുന്നു, ലിറുഹു ഇബ്രാഹിം എന്ന കുട്ടിയുടെ വളർത്തച്ഛനും വളർത്തമ്മയുമായിരുന്നു, അല്ലെങ്കിൽ വളർത്തമ്മ ആയിരുന്നു, വളർത്തച്ഛനായിരുന്നു, ഖൈനൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു എന്നർത്ഥം. ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു, തൊഴിലാളിയായിരുന്നു. അങ്ങനെ ഫയഹുദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിക്കും അസ്വബിയ ആ കുട്ടിയെ പിടിക്കും. എന്ന് പറഞ്ഞാൽ ഈ മുല കൊടുക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് ഒരു കൊല്ലപ്പണിക്കാരനായിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോകുമ്പോൾ ഇബ്രാഹിം എന്ന കുട്ടിയെ എടുക്കുകയും യുഖബ്ബിലുഹു എന്നിട്ട് ആ കുട്ടിയെ ചുംബിക്കും. തുമ്മ യർജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തുവഫിയ ഇബ്രാഹിമു, അങ്ങനെ ഇബ്രാഹിം എന്ന കുട്ടി അവസാനം വഫാത്തായി. വഹുവ ഇബ്നു സമാനിയത അശറ ഷഹ്റൻ, അത് 18 മാസം പ്രായമുണ്ടായിരിക്കുക എന്നർത്ഥം. വഹുവ ആ കുട്ടി, ഇബ്നു മകനാണ് എന്ന് പറഞ്ഞാൽ ഇത്ര വയസ്സിൻ്റെ മകനാണെന്നർത്ഥം. സമാനിയത അശറ ഷഹ്റൻ 18 മാസത്തിൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ള 18 മാസം പ്രായമുള്ള എന്നർത്ഥം. വദഫിന ഫിൽ ബഖീ, അങ്ങനെ ജന്നത്തുൽ ബഖീയിൽ ഒരുപാട് മഹാന്മാരോടൊപ്പം ഇന്നും ആര് ഇബ്രാഹിം എന്ന കുട്ടി അന്തിയിറങ്ങുകയാണ്. വദുഫിന മറമാടപ്പ് ചെയ്യപ്പെട്ടു, ഫിൽ ബഖീ ജന്നത്തുൽ ബഖീയിൽ ആ കുട്ടിയെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പദം ബഖീ പറഞ്ഞാൽ ജന്നത്തുൽ ബഖീ എന്നുള്ള സ്ഥലം, ദുഫിന പറഞ്ഞാൽ മറവ് ചെയ്യുക, തുവഫിയ പറഞ്ഞാൽ വഫാത്താവുക, ലിർ എന്ന് പറഞ്ഞാൽ വളർത്തമ്മ വളർത്തച്ഛൻ എന്നൊക്കെ അർത്ഥത്തിനക്ക്. പിന്നെ വളർത്തച്ഛൻ എന്നുള്ളതാണ് എന്നും കൂടി ബെറ്റർ ആവട്ടോ. ലിറുഹു ഖൈനൻ കൊല്ലപ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ വളർത്തിയ ആ വളർത്തച്ഛൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. മുസ്തർലി പറഞ്ഞാൽ മുല കുടിക്കുന്ന കുട്ടി എന്ന. അവാൽ മദീന മദീനയിലെ ഉയർന്ന പ്രദേശം എന്നർത്ഥം. അർഹമ ബിൽ ഇയാൽ പറഞ്ഞാൽ തൻ്റെ കുടുംബത്തോട് ഏറ്റവും കാരുണ്യം കാണിക്കുന്ന ഒരാൾ, മിൻ റസൂലില്ല നബിയേക്കാൾ എന്നർത്ഥം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹദ്ദാദ് എന്ന് പറഞ്ഞാലും ഖൈൻ എന്ന് പറഞ്ഞാലൊക്കെ കൊല്ലപ്പണിക്കാരൻ എന്നൊക്കെ അർത്ഥം, ഇരുമ്പ് പണിക്കാരനൊക്കെയാണ് അങ്ങനെ പറയാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയല്ലേ ഉള്ളൂ. ഇത്രയും പദങ്ങളൊന്ന് പഠിക്കുക. വർക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇതിൽ വർക്കുകളൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. വർക്കുകൾ ഒന്നാമത്തായിട്ട് ഇസ്തിയാബാണ് വിശദമായിട്ട് പഠിക്കുക എന്നാണ്. അപ്പോൾ അതിൽ അബ്നാ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെക്കുറിച്ച് നമ്മൾ അഖീദ എടുക്കുമ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യമുള്ളവരോട് കേൾക്കുക. മാരിത്തുൽ ബിത്തിയെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേൾക്കുക. അതുപോലെ തന്നെ ജന്നത്തുൽ ബഖീനെ കുറിച്ചൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും.